നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത് നമ്മുടെ നഗരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലുള്ള ചായക്കടകളിലും പീടികളിലും ഒക്കെയാണ്. പണ്ടൊക്കെ പീടികളിലൊക്കെ ഈ ചായക്കടകളിലൊക്കെ എഴുതി വെച്ചിരുന്നു ഇവിടെ രാഷ്ട്രീയം പറയരുത്. അപ്പം നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന് കൗണ്ടർ എഴുതുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്കടകളിൽ ഇരുന്ന് ആരെ ജയിപ്പിക്കണം ആരെ തോപ്പിക്കണം എന്നൊക്കെ പറയുന്ന വലിയ ഗൗരവമായ ചർച്ചകൾ നടക്കുന്ന സമയത്ത് നമ്മൾ അവതരിപ്പിക്കുന്നു വോട്ട് പീടിക. രണ്ട് തവണ അമർന്നിരുന്ന് അങ്ങോട്ട് ഭരിച്ചിട്ടും മൂന്നാം തവണത്തേക്ക് ടീമിനെ സെറ്റാക്കി കളത്തിലിറങ്ങി LDFും. സീറ്റ് തർക്കത്തിലെ പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ഡീലാക്കി കോൺഗ്രസും. മലപ്പുറത്ത് മങ്കടയിലടക്കം വിമതനെ നേരിടാൻ തയ്യാറായി മുസ്ലിം ലീഗും. 2020-ലെയും പിന്നെ കുറച്ച് താരങ്ങളെ അണിനിരത്തി NDAയും കളത്തിലിറങ്ങി. ഒരു ഭാഗത്ത് ഈ പച്ചൻ തനിച്ച്, മറുഭാഗത്ത് കുന്നേൽ മത്തച്ഛനും കടയാടിക്കാരും. വർഷം 10-15 ലയിപ്പച്ച നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഈ മധ്യമേഖലയിൽ കിടന്നിങ്ങനെ വെറുതെ തമ്മിലടിക്കുന്നു. ഈ വന്ന കാലമെല്ലാം ജയിച്ചത് മുഴുവൻ ഈ പച്ചൻ. ഇവരും കടയാടിയുമൊക്കെ എന്നും തോറ്റു വന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഇത്തവണ ഇവരും തീർത്താൻ തീരാത്ത വാശിയിലാണ് ഈ പച്ച. ചില്ലറ കളിയല്ല, ഒന്നങ്ങോട്ട് പാളിപ്പോയാൽ വനവാസത്തിന് പോകാൻ റെഡിയായിരിക്കുകയാണ് സതീശേട്ടൻ. മൂപ്പർക്ക് ഇത് മരണക്കളിയാണ്. കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോയേട്ടാ. നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. ഈ കണ്ടോ കൊല്ലം നമ്മള് പൊളിക്കും. ഇത് കഴിഞ്ഞ കൊല്ലം ജോയേട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതാ. അങ്ങനെ ഇത്തവണെങ്കിലും പാളാതിരിക്കാൻ വേണ്ടിയിട്ട് മൂർച്ച കൂടിയ ഒരു ഡീലിന്റെ കഥ പറഞ്ഞ് തുടങ്ങാന്ന് വിചാരിച്ചു. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. സീറ്റ് തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് കോൺഗ്രസിനകത്ത് അതെന്ത് ഡീല് പറഞ്ഞിട്ടാണ് സെറ്റിലാക്കിയത് എന്ന് അറിയില്ല. പക്ഷേ ഡീലെന്ന് പറഞ്ഞാൽ സീറ്റ് കൂടിക്കിട്ടുന്നാണ് തോന്നുന്നത്. ഓണമേ എൻ്റെ ഓണമേ, വീണ്ടും നീ അണയുന്ന നാളുകളടുത്തുപോയി. ഓണനിലാവും നിശയിൽ വിടരുന്ന തൂമണം തൂവും പ്രഭാതസൂനങ്ങളും. ഓടിക്കളിക്കും ശിശുക്കളും നാട്ടിലെ ഓടവരമ്പിലും പാടവരമ്പിലും. വറ്റിവരണ്ട് കിടക്കും നിലങ്ങൾ തൻ വിസ്തൃതമാകുന്ന മാറിടത്തെങ്കിലും. അത് വേറെ ഡീല്. ഈ ഡീലിനെ നമ്മൾ വേറെ പേരിലാണ് അറിയപ്പെടുക. ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഭാഗത്ത് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ലാന്ന്. 2 ടേമല്ല, 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയെ കൊടുക്കണം. എൻ്റെ ഭാര്യ, അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. അത് കണ്ണൂർ ഭാഗത്തുള്ള ഡീല്. ഇടുക്കി ഭാഗത്തൊക്കെ ഇതിനെന്താ പറയാ? ഒരുമാതിരി പറപ്പ് പണി എന്നാണ് അതിന്റെ പേര്. മതി. ഏതായാലും ടീമൊക്കെ സെറ്റായ സ്ഥിതിക്ക് നമ്മൾ കളത്തിൽ ഇറക്കാൻ പോണ ഡീലിനെ കുറിച്ച് പറയും. അപ്പൊ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. പല കളികളും കാണേണ്ടി വരും. ടീമുകളൊക്കെ കളിക്കാരെ നല്ല സ്ട്രോങ് ആക്കി സെറ്റാക്കി വെച്ചോ. എല്ലാ വർഷത്തെയും കളി പോലെയല്ല ഈ വർഷത്തെ കളി. ജയിക്കണം, ജയിച്ചേ പറ്റൂ. തോറ്റാൽ എല്ലാം തകരും. എല്ലാം ഇടനയമ്പിൽ ഒരു 3 പേരെ മാറ്റണം. ജോസും പ്രഹ്ലാദനും രാജപ്പനും പോരാ. അത് നമുക്ക് മാറാനുള്ള ആളിനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഡീല് തുടങ്ങല്ലേ? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഡീലിനെ പറ്റി ചോദിക്കരുത്. ഡീല് നമ്മൾ അങ്ങോട്ട് പറയും, നിങ്ങൾ അങ്ങോട്ട് അനുസരിക്കുക. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ ആണ്, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. വേറെ ആർക്കെങ്കിലും ഈ ഡീലിനെ പറ്റി അറിയോ? ഒരു പൊളിറ്റിക്കൽ ഡീലാണ്. ഇതിന് വേറെന്തോ ഒരു പേരും കൂടെ ഉണ്ടല്ലോ. എന്തായിരുന്നു കോലീബി സഖ്യം? വടകര പാർലമെന്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, പാർലമെന്റിൽ ഒരു സീറ്റ്, അസംബ്ലിയിൽ ഒരു സീറ്റ് BJPക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJPക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSSും BJPയും UDFനെ പിന്താങ്ങും. ഇതായിരുന്നില്ലേ കരാർ? അപ്പൊ ആരും അറിയാതെ നടത്തിയ ചില ഡീലുകളുടെ കഥ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അപ്പോൾ കഥ നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.